Hi everyone, welcome to the world of English. It is me, ESR from MS Solution. ഇനി എന്തിനാ വേറൊരു സൊല്യൂഷൻ? എടാ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്ത് നിൽക്കുകയാണല്ലേ. സോ തീർച്ചയായിട്ടും എക്സാമിന് ആവശ്യമുള്ള ഒരു സാധനമാണെന്ന് ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത്. സോ ആ ഡിസ്കോഴ്സസ് എല്ലാ ഡിസ്കോഴ്സസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് സാർ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുകയാണല്ലേ. സോ നമ്മൾ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അപ്രിസിയേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡിസ്കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ സാർ അപ്രിസിയേഷൻ ആദ്യം പറയാനുള്ള കാരണം അപ്രിസിയേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആയിരിക്കാം. പക്ഷേ അപ്രിസിയേഷന്റെ കറക്റ്റ് ആയ ഒരു ഓർഡർ, അതുപോലെ എങ്ങനെ അപ്രിസിയേഷൻ എഴുതണം, അല്ലെങ്കിൽ എല്ലാ അപ്രിസിയേഷനും പറ്റിയ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് എല്ലാ അപ്രിസിയേഷനും യൂസ് ചെയ്യാൻ പറ്റിയ കോമൺ സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ നോക്കിക്കോളാം, ആദ്യം നമ്മൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ എങ്ങനെ അപ്രിസിയേഷൻ എഴുതണം ശരിക്കും നോക്കിക്കോ. സോ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം, ആദ്യം നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം, ആദ്യം നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ കൊടുക്കേണ്ടത് നിങ്ങൾ അപ്രിസിയേഷൻ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ആ പോയത്തിന്റെ പേരെന്ത് ചെയ്യാം, അപ്രിസിയേഷൻ ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ. രണ്ടാമത് വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ദ ഓതർ ദ തീം ഓഫ് പോയം ഇൻ ജനറൽ എന്ന് പറയുന്നുണ്ട്. അതായത് ഏറ്റവും ജനറൽ ആയിക്കൊണ്ട് ഈ പോയത്തിന് ഒരു തീം ഉണ്ടാവും, ആ തീമിനെ കുറിച്ച് പറയണം. അതിന് മുമ്പ് വേറെ കാര്യം പറയണം, ആരാണ് ഈ പോയം എഴുതിയത്. ദ പോയം ഇപ്പൊ സീഡ്ലിംഗ് ആണെങ്കിൽ സീഡ്ലിംഗ് ഇസ് റിട്ടൺ ബൈ പോൾ ലോറൻസ് ഡൺബർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ അതേപോലെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം, തീം എഴുതണം, മെസ്സേജ് എഴുതണം. തീമും മെസ്സേജും ഉൾപ്പെടുത്തേണ്ട ഭാഗം മൂന്നാമത്തെ ഏരിയയാണ്. രണ്ടാമത്തെ ഏരിയ ഇൻട്രൊഡക്ഷൻ, ഒന്നാമത്തെ ഏരിയ ടൈറ്റിൽ, മൂന്നാമത്തെ ഏരിയ തീമാണ്. തീമും മെസ്സേജ് എല്ലാം ഉൾപ്പെടുത്തേണ്ടത് മൂന്നാമത്തെ ഏരിയയിലാണ്. നാലാമത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ പോയറ്റിക് ഡിവൈസസ്. സോ പോയറ്റിക് ഡിവൈസസിൽ നിങ്ങളുടെ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടത് എവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കൺക്ലൂഷൻ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി സാധനം കൂടി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ളതാണ്. സോ ഇതാണ് ഇത് സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മക്കൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ സാർ ഞങ്ങൾക്ക് അപ്രിസിയേഷൻ അറിയില്ല, അല്ലെങ്കിൽ സാർ ഞങ്ങൾ എല്ലാ പോയത്തിനും അപ്രിസിയേഷൻ പഠിച്ചിട്ടില്ല, ചില പോയത്തിന് മാത്രമേ അറിയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള മക്കളുണ്ടാവും ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത്. ഇത് അവർക്ക് വേണ്ടിയുള്ളതാ. ശരിക്കും നോക്കിക്കോ, ഏത് പോയം വന്നാലും എഴുതാൻ പറ്റിയ കോമൺ അപ്രിസിയേഷൻ, അല്ലെങ്കിൽ ഏത് പോയത്തിനും പറ്റുന്ന ഒരു അപ്രിസിയേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കോ, ഈസ് എ ബ്യൂട്ടിഫുൾ പോയം. ആ പോയത്തിന്റെ പേര് ഇപ്പൊ ഏത് പോയാണോ ആ പോയത്തിന്റെ പേര് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിംഗ് കൊടുക്കുക. ഉദാഹരണമാണെങ്കിൽ ദ സീഡ്ലിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ, സീഡ്ലിംഗ് എന്ന് കൊടുക്കുക. ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം റിട്ടൺ ബൈ ഫേമസ് പോയറ്റ് പോൾ ലോറൻസ് ഡൺബർ. ഇങ്ങനെ എല്ലാ അപ്രിസിയേഷനും പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് സാർ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ സെറ്റ് ആണല്ലോ. അപ്പോൾ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം റിട്ടൺ ബൈ ആരാണ് എഴുതിയത്, ഏത് പോയാണെങ്കിലും പോയത്തിന്റെ പേര് തുടക്കത്തിൽ കൊടുക്കണം, അവസാനം പോയറ്റ് ഇതിന്റെ എഴുതിയ ആളെ പേര് എന്ത് ചെയ്യാം, ഇതിന്റെ അവസാനം കൊടുക്കണം. എടാ അതിനുശേഷം പോയത്തിന് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, പോയറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കുറെ ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് പോയം. ഈ പോയത്തിൽ പോയറ്റ് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വരികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ വി കനോട്ട് ഷട്ട് അവർ ഐസ് അഗെയിൻ ദ ഗുഡ് നേച്ചർ ഓഫ് ദ പോയം. ഈ പോയത്തിന്റെ എന്താ പറയാ, ഈ പോയത്തിന്റെ എന്താ പറയാ നേച്ചർ കണ്ടിട്ട്, സോ വി ക്യാൻ നോട്ട് ഷട്ട് അവർ ഐസ്, നമ്മുടെ കണ്ണുകൾ അടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള, ഏറ്റവും അടിപൊളിയായി ഭയങ്കര എന്താ പറയാ, കുറച്ച് ലിറ്ററിക്കൽ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് എഴുതിയിട്ടുള്ളത്. സോ പിന്നെ വരുന്നത് എന്താ, ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് ഹൈലി ഫിലോസഫിക്കൽ ടോൺ. ഈ പോയത്തിന്റെ ടോൺ എന്ന് പറയുന്നത് വളരെ ഫിലോസഫിക്കൽ ആണ്. എല്ലാ പോയത്തിനും പറ്റിയൊരു സാധനമാണ്. മോർ ഓവർ ഇറ്റ് ഹാസ് മെനി ലൈൻസ്. ഈ പോയത്തിൽ എന്നിട്ട് കുറെ വരികളുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ചെറിയ വരികളുള്ള പോയത്തിന് എന്ത് കൊടുക്കരുത്, കുറെ വരികളുണ്ട് എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ മാറ്റി പറഞ്ഞാൽ മതി, ഫ്യൂ ലൈൻസ് കൊടുത്താൽ മതി കേട്ടോ. When we read, we can easily understand the poem is saying. നമ്മൾ ഈ പോയം വായിക്കുമ്പോൾ എന്താണ് ഈ പോയത്തിൽ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാവും. ഇൻ ദിസ് നൈസ് പോയം പോയറ്റ് ടെൽസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്. അതായത് ഈ പോയത്തിൽ പോയറ്റ് എന്ത് ചെയ്യുന്നു, ഈ പോയത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു. അത് എല്ലാ പോയത്തിലും എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് കോമൺ ആയിട്ട് പറഞ്ഞത്. ഹി ക്ലിയർലി ഷോസ് അസ് ദാറ്റ്. അദ്ദേഹം നമുക്ക് എന്ത് ചെയ്യുന്നു, ഷോ ചെയ്ത് കാണിച്ചു തരുന്നു. അദ്ദേഹം നമുക്ക് ഈ പോയത്തിലൂടെ കാണിച്ചു തരുന്നു എന്ത്, അത് വൈൽഡ് സ്വാൻസെറ്റ് കൂളിയാണെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അനദർ ഡേ ഇൻ പാരഡൈസ് ആണെങ്കിൽ എന്താണ്, ഇത് സീഡ്ലിംഗ് ആണെങ്കിൽ എന്താണ്, അത് ഓരോ പോയത്തിനനുസരിച്ച് മാറിയിരിക്കും. സോ ഇതൊരു കോമൺ സാധനം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ അപ്രിസിയേഷനും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സാർ ഇന്ന് സാർ ഈ പോയിന്റ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ ഈ ഒരു ഫോർമാറ്റിൽ സാർ ഞങ്ങൾക്ക് ഒരു അപ്രിസിയേഷൻ എഴുതി തരുമോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ട് സാർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ പോയിന്റല്ലോ, ആ പോയത്തിൻ്റെ അപ്രിസിയേഷൻ സാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എടാ ശരിക്കും നോക്കിക്കോ, ഇതാണ് സാറ് പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നാമത്തത് ടൈറ്റിൽ, ഇതാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. കണ്ടോ, അപ്രിസിയേഷൻ ഓഫ് ദ പോയം ദ സീഡ്ലിംഗ് കേട്ടോ. ദ സീഡ്ലിംഗ് എന്ത് ചെയ്യാം, ഹെഡിങ് കൊടുക്കാം.
അതിനുശേഷം ഇതാടാ ഇൻട്രൊഡക്ഷൻ പറയുന്നു. അത് കണ്ടോ, ദ പോയം സീഡ്ലിംഗ് പ്രസൻസ് എ വണ്ടർഫുൾ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്തൊരു കാര്യം അറിയാണ്ട് തുടക്കത്തിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റൈറ്ററെ കുറിച്ച് എഴുതണം, അത് നമ്മൾ തുടക്കത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഇൻട്രൊഡക്ഷന് ശേഷം കൊടുക്കണം എന്താ, ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷന് തീം, മെസ്സേജ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കണം എന്ന് പറയില്ലേ, ഇതാ അതിൻ്റെ തീമും മെസ്സേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് പോയറ്റിക് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അത് ലിറ്റററി ഡിവൈസ്, അതിനാണ് പോയറ്റിക് ഡിവൈസ്. ദെൻ അതിന് പേഴ്സോണിഫിക്കേഷൻ, ഇമേജറി, എല്ലാം അവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും അവസാനം ഇൻ കൺക്ലൂഷൻ കണ്ടോ, ഇസ് എ മീനിംഗ്ഫുൾ പോയം, മോട്ടീവ്സ്, റീഡേഴ്സ് റിമൈൻ ഹോപ്പ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൺക്ലൂഷനും കൊടുത്തുകൊണ്ട് ഈ പോയം അവസാനിപ്പിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു ഫോർമാറ്റ് കാണിച്ചു തന്നിട്ട് ആ ഫോർമാറ്റിൽ എഴുതിയ ദ പോയം സീഡ്ലിംഗ് എന്നൊരു പോയത്തിന്റെ സിമ്പിൾ അപ്രിസിയേഷൻ ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എടാ നിങ്ങൾക്കറിയാലോ 5 മാർക്കിനാണ് അപ്രിസിയേഷൻ ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയെങ്കിലും നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, സെറ്റാണല്ലോ. ഇതുപോലെ കൃത്യമായ ഒരു മോഡൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ സാറ് എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു സ്പീച്ച് ആണ്. ഹൗ ടു റൈറ്റ് എ സ്പീച്ച്, എങ്ങനെ നമുക്കൊരു പ്രസംഗം എഴുതാം എന്നുള്ളതാണ്. എടാ പ്രസംഗം പല കുട്ടികൾക്കും പ്രസംഗം 9ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ബുദ്ധിമുട്ടാണ് എന്നോട് പലരും പറയാറുണ്ടായിരുന്നു. 6 മാർക്കിനോ 7 മാർക്കിനോ ചോദിക്കുന്ന ചോദ്യമാണ് സ്പീച്ച്. പക്ഷേ ഇപ്പോൾ സാധാരണയായി കാണുന്നത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എടാ എന്നാൽ നോക്കിക്കോ, എങ്ങനെയാണ് സ്പീച്ച് ചെയ്യുക. സ്പീച്ച് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേണം. സോ സ്പീച്ച് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈറ്റിൽ ടോപ്പിക്, ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് കൊടുക്കണം. അത് നിങ്ങൾക്ക് കിട്ടിയ വിഷയം എന്താണോ ആ വിഷയത്തിന്റെ പേരാവും, ആ ടോപ്പിക്കാണ് കൊടുക്കേണ്ടത്. റൈറ്റ് ദ ടോപ്പിക് ഓഫ് ദ സ്പീച്ച്, ആ സ്പീച്ചിന്റെ ടോപ്പിക് ആയിരിക്കാം നിങ്ങൾ എന്ത് ചെയ്തിട്ട് അതിന്റെ ഹെഡിങ് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം സെല്യൂട്ടേഷൻ, അഡ്രസ്സിംഗ് ദ ഓഡിയൻസ്, സെല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുക. അതെങ്ങനെയായിരിക്കണം, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. എടാ ഇതൊരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് കുറച്ചും കൂടി ലെങ്ത് ആക്കുകയാണെങ്കിൽ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻ ദിസ് ഗ്രേറ്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു സം തോട്ട്സ് അബൌട്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. എന്താണോ നിങ്ങൾക്ക് കിട്ടിയ വിഷയം, ആ വിഷയം അബൌട്ടിന് ശേഷം ആഡ് ചെയ്യാം. കുറച്ച് ലെങ്തിയിട്ടൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്രസ്സിങ് ദ ഓഡിയൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പിന്നെ പ്രിൻസിപ്പൾ എന്നോ അല്ലെങ്കിൽ ഹോണറബിൾ ചെയർമാൻ ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് മൈ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, അങ്ങനെ പല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാനൊക്കെ പറ്റും. സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിമ്പിൾ എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രോഡക്ഷൻ ആണ്. ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വളരെ ചുരുക്കി കൊണ്ട് എന്ത് ചെയ്യണം, എന്താണോ നിങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്ക്, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എടാ ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങളോട് ഒരു ഇത് ചോദിക്കും, എന്താ സ്പീച്ച് ചോദിക്കും. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ, ഇത് രണ്ടും ഫസ്റ്റ് വരുന്ന കാര്യങ്ങളാണ്, അതിനുശേഷം മൂന്നാമത് വരുന്നത്, ഇവിടെയാണ് നമ്മളെ മെയിൻ കാര്യങ്ങൾ കിടക്കുന്നത്. ഇവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ വിശദീകരിച്ച് തുടങ്ങണം. ഇൻട്രൊഡ്യൂസ്, ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആ ഇൻട്രൊഡക്ഷന് ശേഷം ബോഡി ഓഫ് സ്പീച്ച്, അതായത് നിങ്ങൾ 3-4 പാരഗ്രാഫ് ആക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ എഴുതേണ്ടത്. നേരത്തെ നിങ്ങൾ അപ്രിസിയേഷൻ എഴുതിയപ്പോൾ കണ്ടല്ലോ, ഓരോരോ പാരഗ്രാഫ് ആക്കി എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ എന്ത് ചെയ്യണം, ഈ ഒരു സ്പീച്ചും പാരഗ്രാഫ് ഒക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. സോ 4ാമത് ബോഡി ഓഫ് സ്പീച്ച് ആണ്. ആ ബോഡി ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയും. അവിടെ വേണ്ട സാധനം എന്താ, പാരഗ്രാഫ് 1 എക്സ്പ്ലെയിൻ ദ ടോപ്പിക്. നമ്മൾക്ക് കിട്ടിയ വിഷയം എന്താണോ അതിനെക്കുറിച്ച് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ ആ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിളുകൾ, ഫാക്റ്റുകൾ, എഫക്റ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, 2ാമത്തെ പാരഗ്രാഫിൽ ബോഡി ഓഫ് ദ സ്പീച്ചിന്റെ 2ാമത്തെ ഏരിയയിൽ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ദെൻ 3ാമത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ സജഷൻസ്, സൊല്യൂഷൻസ്, മെസ്സേജ്, അതായത് എന്തെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ് അല്ലേ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഒരു സൊല്യൂഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. സോ നോക്കിക്കോ, സജഷൻസ്, സൊല്യൂഷൻസ്, മെസ്സേജ്, അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ബോഡി ഓഫ് സ്പീച്ചിലെ 3ാമത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നുള്ളത് എന്താണ്, പിന്നുള്ളത് കൺക്ലൂഷൻ ആണ്. സമ്മറൈസ് ദ മെയിൻ പോയിന്റ്സ് ആൻഡ് ഗിവ് സ്ട്രോങ് എൻഡിങ് ദ മെസ്സേജ്. നമ്മൾ പറയുന്ന ആ ഒരു സ്പീച്ചിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എൻഡിങ് കൊടുക്കുക. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് അവസാനിപ്പിക്കുന്നു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു സ്പീച്ചിനെ നിങ്ങൾ അവസാനിപ്പിക്കണം. എടാ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ ഇതാ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം താങ്കിങ് ദ ഓഡിയൻസ്, താങ്ക് യു ഓൾ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ലിസണിങ്, അല്ലെങ്കിൽ താങ്ക് യു ഓൾ ഫോർ ലിസണിങ്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ എങ്ങനെ എഴുതിയാലും സിമ്പിളായിട്ട് കാര്യം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾ എഴുതിയ രീതി ചിലപ്പോൾ മറ്റു രൂപത്തിലായിരിക്കാം, എന്നാലും ഈ ഒരു ഫോർമാറ്റ് കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 6 മാർക്കിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും, 6 മാർക്ക് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് സാറേ ഞാൻ കുറേ സ്പീച്ച് പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഫുൾ മാർക്ക് കിട്ടിയില്ല. റീസൺ ഉണ്ട്, ഈ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തുണ്ടാവും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാർക്ക് കുറയും. ബിക്കോസ് നിങ്ങൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ, പുതിയ സിലബസ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, സാറ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്
സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? ലെറ്റർ. ഹൗ ടു റൈറ്റ് എ ലെറ്റർ. ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 2 ടൈപ്സ് ഓഫ് ലെറ്റർ ഉണ്ട് അല്ലേ? ഇൻഫോർമൽ ലെറ്ററും ഉണ്ട്, പിന്നെ എന്തുണ്ടാ, പിന്നെ ഫോർമൽ ലെറ്റർ ഉണ്ട്. ഇൻഫോർമലും ഉണ്ട്, ഫോർമലും ഉണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ലെറ്റർ. 2 ടൈപ്പ് ലെറ്റേഴ്സ് നമുക്ക് പഠിക്കാണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇൻഫോർമൽ ലെറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം പഠിക്കുന്നത്. അപ്പൊ ഇൻഫോർമൽ ലെറ്റർ, വാട്ട് ഈസ് ഇൻഫോർമൽ ലെറ്റർ? ശരിക്കും നോക്കിക്കോടാ. എൻ ഇൻഫോർമൽ ലെറ്റർ ഈസ് എ നോൺ ഒഫീഷ്യൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഒഫീഷ്യൽ, അതായത് ഒഫീഷ്യൽ അല്ലാത്ത ലെറ്റർ ആണത് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് വി യൂഷ്വലി യൂസ് ടു റൈറ്റ് അവർ ടു അവർ ഫ്രണ്ട്സ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ പാരൻസിനൊക്കെ അയക്കുന്ന ലെറ്റർ ആണ് എന്ത്? ഈ ഒരു ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഫാമിലിക്കോ റിലേറ്റീവിനൊക്കെ അയക്കുന്ന ഒരു ലെറ്റർ ആണ് ഇത് ഈ ഒരു ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ദിസ് ലെറ്റേഴ്സ് ആർ പേഴ്സണൽ ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സിന് എന്ത് പറയും? പേഴ്സണൽ ലെറ്റേഴ്സ് എന്ന് പറയും. ദാറ്റ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. അത് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടല്ല? ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ലെറ്റർ അല്ല ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ലെറ്റർ എന്തായിരിക്കും പറയാം? ഫോർമൽ ലെറ്റർ എന്ന് പറയും. സിമ്പിൾ അല്ലേ? അപ്പോൾ നോക്കിക്കോ, കൃത്യമായിട്ട് നോക്കണം. ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റും പിന്നെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രണ്ട്സിനെ അയക്കുന്ന ലെറ്റർ ആണ്. അപ്പോൾ സെൻഡേഴ്സ് അഡ്രസ്, അതായത് ഫ്രം എന്ന് പറയും. ആരാണ് ഈ ലെറ്റർ അയക്കുന്നത് അയാളെ അഡ്രസ്സാണ് എന്ത് ചെയ്യുന്നത് ആദ്യം വേണ്ടത്. അതിനുശേഷം എന്ത് കൊടുക്കണം? അതിനുശേഷം ഡേറ്റ് കൊടുക്കണം. അതിനുശേഷം ഡിയർ ഫാദർ, മദർ ആൻഡ് ഫ്രണ്ട്. അതായത് നമ്മൾ ഈ ലെറ്റർ അയക്കാൻ, ഞാൻ പറഞ്ഞല്ലോ അൺഒഫീഷ്യൽ ലെറ്റർ, അതായത് ഒഫീഷ്യലായ പ്രിൻസിപ്പൾക്കോ അങ്ങനത്തെ ആളുകൾക്ക് അയക്കുന്ന ലെറ്റർ അല്ല. നമ്മുടെ ഫ്രണ്ടിനോ ലവർക്കോ അച്ഛനോ അമ്മക്കോ ബ്രദറിനോ സിസ്റ്ററിനോ അയക്കുന്ന ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഡിയർ ഫാദറിനോ ഡിയർ മദറിനോ ഡിയർ ഫ്രണ്ടിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വിളിക്കുന്ന എന്തെങ്കിലും ചെറിയ ഷോർട്ട് നെയിംസ് ഉണ്ടാവും, നിക് നെയിംസ് ഒക്കെ ഉണ്ടാവും. സോ ആ നിക് നെയിം ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ബോഡി ഓഫ് ലെറ്റർ. അതായത് ഈ ബോഡി ഓഫ് ലെറ്റർ എല്ലാത്തിനും ഒരു മിഡിൽ ഉണ്ടാവും. കണ്ടന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബോഡി എന്നൊക്കെ പറയും. അതാണ് എല്ലാ ഡിസ്കോഴ്സിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അവിടെയാണ് നമുക്ക് മാർക്ക് കിട്ടാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കിക്കോ. പാരഗ്രാഫ് 1 ഓപ്പണിംഗ് ഗ്രീറ്റിംഗ്. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്ന കാര്യത്തിലുള്ള ഗ്രീറ്റ് ചെയ്യണം. അതായത് ഐ ഹോപ്പ് യു ആർ ഫൈൻ. അതായത് ഇങ്ങനെയൊക്കെ എഴുതാം. ഐ ഹോപ്പ് യു ആർ ഫൈൻ. നീ നന്നായിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു ആർ ഫൈൻ. നീ നന്നായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ മെയിൻ കണ്ടന്റ് പറയാം, എന്താണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം അതും പറയാം. അതിനുശേഷം ക്ലോസിംഗ് മെസ്സേജ് അവസാനിപ്പിക്കാം. അവസാനിക്കുന്ന സമയത്ത് ഞാൻ അയക്കുന്ന കത്തിന് നീ മറുപടി നൽകും എന്ന പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ കത്ത് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ബിക്കോസ് ഇത് ഇന്ന് ആർക്കാണ്? നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ അച്ഛനോ അമ്മക്കോ സഹോദരന്മാർക്കോ നമ്മുടെ ലവർക്കോ ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കാം. പിന്നെന്താ? കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് പറയുമ്പോൾ അവസാനം ഒരു കോംപ്ലിമെന്റ് കൊടുത്ത് അവസാനം എന്താ കോംപ്ലിമെന്റ്? യുവേഴ്സ് ലവിംഗ്ലി എന്ന സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് അത് അവസാനിപ്പിക്കാം. പിന്നെ വേണ്ട സാധനമാണ് എന്ത്? നെയിമും സിഗ്നേച്ചറും. അതാ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ഈ സാധനം അവിടെ എഴുതിയാൽ മതി. നെയിം ആൻഡ് സൈൻ കേട്ടോ. നെയിമും ആദ്യം സൈൻ കൊടുക്കുക, പിന്നെ നെയിം. അപ്പം നെയിം അങ്ങനെ കൊടുക്കണമെന്നില്ല, നെയിം എഴുതി വെച്ചാൽ മതി. സ്വന്തം പേര് അവിടെ എഴുതണമെന്നൊന്നുമില്ല. മാക്സിമം നിങ്ങളുടെ സ്വന്തം പേരെന്താ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകണം എന്താ? ഫോർമൽ ലെറ്റർ ആണ്. എങ്ങനെ ഹൗ ടു റൈറ്റ് എ ഫോർമൽ ലെറ്റർ, എങ്ങനെ ഒരു ഫോർമൽ ലെറ്റർ എഴുതാം, അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ഫോർമൽ ലെറ്ററിലേക്ക് നോക്കിക്കോ. ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഫോർമൽ ലെറ്ററിന് മറ്റൊരു കാര്യം പറയാനുണ്ടാ, നമ്മളിപ്പോൾ പഠിച്ച ഇൻഫോർമൽ ലെറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ മോഡൽ ഇവിടെ ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ പറഞ്ഞത് സെൻഡേഴ്സ് അഡ്രസ്സ് വേണം. ഇതോടെ സെൻഡേഴ്സിൻ്റെ അയക്കുന്ന ആളെ ഫ്രം അഡ്രസ്സ് ഇവിടെ ഉണ്ട്. സോ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഡേറ്റ് വേണം. ഡേറ്റ് ചെയ്തതിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചോ. ആദ്യം നമ്പർ, നമ്മൾ സാധാരണ ഡേറ്റ് ഇപ്പോൾ ഒരു ഉദാഹരണമാണെങ്കിൽ 16/6/2016 നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ ഈ മന്ത് 6 എന്നാണ് കൊടുത്തത്. അങ്ങനെ കൊടുക്കരുത്. നമ്മൾ ഇവിടെ എന്ത് കൊടുക്കാം? സെപ്റ്റംബർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒക്ടോബർ, അങ്ങനെ മന്ത് എടുത്ത് എഴുതണം കേട്ടോ. ഓക്കെ, അതിനുശേഷം സല്യൂട്ടേഷൻ, ഡിയർ മിസ്സിസ് ജോൺസിനോട് പറയാം കേട്ടോ. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. സാറ് പറഞ്ഞ പോലെ ആ ഇൻട്രോ ഏരിയ ഇതാണ്. ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് മെയിൻ കണ്ടന്റ്. ആ കണ്ടന്റ് ഏരിയ ഇതാണ് കേട്ടോ. ദെൻ അതിനുശേഷം എന്തുണ്ട്? കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? 3 പാരഗ്രാഫ് ഉണ്ട്. ശരിക്കും നോക്കുക, ഇൻട്രൊഡക്ഷനിൽ കൊടുത്ത കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളാം. അതാണ് ഗ്രീറ്റിംഗ് മെസ്സേജ്. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ് യു ബെസ്റ്റ് ഇൻ ഹെൽത്ത്. അതായത് ഈ ലെറ്റർ അയക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നീ നന്നായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ വെദർ യു റിമൈൻഡർ മീ. എനിക്കറിയില്ല നീ എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് യു. നിനക്ക് എന്നെ അറിയുമ്പോൾ എനിക്കറിയില്ല, പക്ഷേ നിന്നെ എനിക്ക് ശരിക്കും അറിയാം, ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെയാണ് ഗ്രീറ്റിംഗ് മെസ്സേജ്, ഓപ്പണിംഗ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ സാധനം ഈ കാണുന്ന ലൈൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവസാനം പിന്നെ കോംപ്ലിമെന്ററി ക്ലോസ് ഉണ്ട്. അത് യുവർ ട്രൂലി, നമ്മൾ നേരത്തെ പറഞ്ഞു യുവർ ലവിംഗ്ലി എന്ന് പറഞ്ഞ ആ സാധനം കേട്ടോ. അതിനുശേഷം പിന്നെ
റോജർ എന്ന് പറഞ്ഞ എന്തുണ്ട് ഒരു സാധനം അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് സാർ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. എന്നാൽ ഇതാണ് നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ, ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ എന്താ നോക്കിക്കോ, എന്താണ് ഫോർമൽ ലെറ്റർ നമുക്കറിയാലേ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലെറ്റർ നമുക്കറിയാം. സോ നോക്കിക്കോ, എ ഫോർമൽ ലെറ്റർ ഈസ് എ വൺ റിട്ടൺ ഇൻ ഓർഡർലി കൺവെൻഷണൽ ലാംഗ്വേജ് ആൻഡ് ഫോളോസ് എ സ്പെസിഫിക് സ്റ്റിപ്പുലേറ്റഡ് ഫോർമാറ്റ് എന്ന് പറയുന്നുണ്ട്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ, ഒരു ലെറ്റർ ആണ് റിട്ടൺ ഓർഡർലി കൺവെൻഷണൽ ലാംഗ്വേജ്, ഒരു കൺവെൻഷണൽ ലാംഗ്വേജിൽ എഴുതുന്ന ഒരു സാധനമാണ്. ഫോളോസ് എ സ്പെസിഫിക് സ്റ്റിപ്പുലേറ്റഡ് ഫോർമാറ്റ്, അതിന് പ്രത്യേക ഫോർമാറ്റിനുണ്ട് കേട്ടോ. ദിസ് ലെറ്റേഴ്സ് ആർ റിട്ടൺ ഇൻ ഒഫീഷ്യൽ പർപ്പസ് ഓൺലി. നമ്മൾ ഈ ലെറ്റർ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു ലെറ്റർ എഴുതാറുള്ളത്. സച്ച് ആസ് റൈറ്റിംഗ് ലെറ്റർ ടു ദ മാനേജർ, അതായത് മാനേജർക്ക് ലെറ്റർ അയക്കുന്നത് പോലെ, ടു ദ പ്രിൻസിപ്പൾ ഓഫ് ദ കോളേജ് ഒരു സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ കോളേജിൻ്റെയൊക്കെ പ്രിൻസിപ്പൾക്ക് ലെറ്റർ അയക്കുന്നത് പോലെ, ടു ദ എഡിറ്റർ അല്ലെങ്കിൽ ലെറ്റർ ടു എഡിറ്റർ ചെയ്യുന്നത് പോലെ. സോ ലെറ്റർ ടു എഡിറ്റർ, പത്രത്തിൻ്റെ റിപ്പോർട്ടർ എഡിറ്ററൊക്കെ നമ്മൾ പിന്നെ പത്ര റിപ്പോർട്ട് അയക്കുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ത് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഫോർമൽ ലെറ്ററിൻ്റെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയാം. ഇതിനെന്ത് പറയാൻ പറ്റും നമുക്ക്, ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയാം. അതായത് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൾക്കോ ഹെഡ് മാസ്റ്റർക്കോ അല്ലെങ്കിൽ എന്താ മാനേജർക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനോ പഞ്ചായത്ത് പ്രസിഡന്റോ അയക്കുന്ന ലെറ്ററാണ് എന്ത് പറയാം നമ്മൾ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫോർമാറ്റ്, ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നോക്കിക്കോ. ആദ്യം വേണ്ട എന്താ, സെൻഡേഴ്സ് അഡ്രസ്, ഫ്രം അഡ്രസ്സ് വേണം. രണ്ടാമത് വേണ്ട എന്താ, രണ്ടാമത് ഡേറ്റ് വേണം. മൂന്നാമത് എന്ത് വേണം, മൂന്നാമത് ടു വേണം. അതിനുശേഷം സെല്യൂട്ടേഷൻ എഴുതി വെക്കരുത്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഇതൊന്നും നമ്മൾ എഴുതി വെക്കരുത്. ഇതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം, കറക്റ്റ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യണം. സെല്യൂട്ടേഷനിൽ ആഡ് ചെയ്യേണ്ട സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിയർ സർ ഓർ മാഡം. സർ മാഡം, ഈ ഡിയർ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, സർ അല്ലെങ്കിൽ മാഡം എന്ന് കൊടുത്താൽ മതി കേട്ടോ. പിന്നുള്ള സബ്ജക്റ്റ് ആണ്, എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത് ആ ഒരു സാധനം കേട്ടോ. എന്ത് വിഷയവുമായാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത്, ആ ലെറ്റർ അയക്കുന്നതിൻ്റെ ഒരു സബ്ജക്റ്റ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ബോഡി ഓഫ് ദി ലെറ്റർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ നിന്നുള്ള കണ്ടന്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ല മാർക്ക് കിട്ടുക. ഓക്കെ, അറിയാലോടാ, 6 മാർക്കിനായിരിക്കും നിങ്ങളോട് എന്ത് ചോദിക്കുക, ലെറ്റർ ചോദിക്കുക. 6 മാർക്കിനോ 5 മാർക്കിനോ നിങ്ങളോട് എന്ത് ചോദിക്കുക, ഇംഗ്ലീഷിൽ ലെറ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ എന്താ, ബോഡി. ഇതാ ഒന്നാമത് പാരഗ്രാഫ് 1, റീസൺ ഫോർ റൈറ്റിംഗ്. ഈ ഒരു ലെറ്റർ എഴുതാനുള്ള റീസൺ, എന്തിനു വേണ്ടി ഈ ലെറ്റർ എഴുതുന്നത്, അതാണ് എന്ത് ചെയ്യുന്നത് പാരഗ്രാഫിൽ പറയേണ്ട ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, റീസൺ ഫോർ ലെറ്റർ എന്ന് പറയുമ്പോൾ ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഫോർ, എന്തിനു വേണ്ടി, എന്താണോ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തത് അവിടെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സെക്കൻഡ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യണം. then മൂന്നാമത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ ആൻഡ് റിക്വസ്റ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ എന്തുണ്ട്, പിന്നെ ഡ്രഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആർക്ക് ലെറ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിൽ അടുത്തുള്ള എക്സൈസ് ഓഫീസർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലെറ്റർ അയക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, സർ ഞങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, ഇതിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് അനുവദിച്ച് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ മാനേജർക്ക് കത്ത് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അവസാനിപ്പിക്കേണ്ടത്, നിങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും എന്ന പ്രതീക്ഷയോടെ എന്നുള്ളൊരു സാധനം ഇംഗ്ലീഷിൽ കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. അവസാനം നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, മറ്റേത് നമ്മൾ പഠിച്ചത് യുവർ ട്രൂലി, അതേപോലെ പിന്നെ എന്തായിരുന്നു യുവേഴ്സ് ലവിംഗ്ലി എന്നായിരുന്നു, സ്നേഹത്തോടെ. ഇവിടെ നമുക്ക് സ്നേഹത്തോടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതൊരു ഒഫീഷ്യൽ ലെറ്ററാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്ന് വിശ്വസ്തയോടെ നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. ദെൻ പിന്നെ അതവിടെ സിഗ്നേച്ചർ ആണ്. അപ്പോൾ നമ്മൾ എസ് ഡി ദെൻ നെയിം എന്ന് കൊടുത്താൽ മതി, പേരൊന്നും എന്താ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. എസ് ഡി ആൻഡ് നെയിം എന്ത് ചെയ്താൽ മതി, അതേപോലെ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇതാണ് അവിടെ നമ്മുടെ ഇതിൻ്റെ ഫോർമാറ്റ്, നമ്മുടെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫോർമൽ ലെറ്ററും കൂടി നമുക്ക് പരിചയപ്പെടാം. ശരിക്കും നോക്കിക്കോ, ഇതാണ് എന്ത്, ശരിക്കും സാറ് മോഡലും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻഡേഴ്സ് അഡ്രസ് ഫ്രം, അതിനുശേഷം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ടു ആർക്കാണ്, ഇതൊരു പത്ര റിപ്പോർട്ടർക്ക് ഉള്ള സാധനമാണ് കേട്ടോ. പിന്നെന്താ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഡിയർന്ന് വേണം നിർബന്ധമല്ല, എന്ത് മതി, സാറിന് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം എന്തുണ്ട്, ഒരു സബ്ജക്റ്റ്, എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലെറ്റർ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം കണ്ടോടാ 3 പാരഗ്രാഫ്. സാർ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 3 പാരഗ്രാഫ് വേണമെന്ന് പറഞ്ഞു. ആ 3 പാരഗ്രാഫാണ്. ഒന്നാമത് എന്ത് ചെയ്യണം, റീസൺ ഫോർ റൈറ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്, മനസ്സിലായോ, കണ്ടോ. വിത്ത് ഡ്യൂ റെസ്പെക്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു, നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഈ ഒരു സാധനം എന്താ,
ഇതിനാണ് നമ്മൾ എന്ത് പറയാം, ഇതാണ് ആ റീസൺ ഫോർ റൈറ്റിംഗ് എന്നുള്ള സാധനം. എന്തിനു വേണ്ടി ലെറ്റർ എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇവിടെ ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. ഇതൊരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇതിന് വേണ്ടി ലെറ്റർ എഴുതുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ആ എഴുതുന്ന കാര്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കും. അതിനുശേഷം കൺക്ലൂഡ് ചെയ്യുന്നത് therefore I wish to draw attention concerned authorities help you ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ മാറ്റർ ഇങ്ങനെ കേട്ടോ. പിന്നെ എന്ത് ചെയ്യാം, ഇവിടെ ആയിരിക്കണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും നമ്മൾ പറഞ്ഞ ന്യൂസ് കണ്ടോ ഇവിടെ നേരത്തെ റിസോൾവിങ് ദിസ് മാറ്റർ റിയലൈസ്, നിങ്ങൾ നേരത്തെ ഈ ഒരു പരാതി പരിഹരിക്കുമെന്ന് ഞങ്ങൾ പിന്നെ വിചാരിക്കുന്നത്. ഒരു വേറൊരു മാറ്ററാണ്, അതുകൊണ്ട് സാറ് മോഡൽ കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. സോ ഇങ്ങനെ എന്ത് ചെയ്യുക, 3 പാരഗ്രാഫ് ആയിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാധനം തരണം. അതിനുശേഷം യുവേഴ്സ് ട്രൂലി അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറയാം കേട്ടോ. എന്ന് വിശ്വസ്തയോടെ ദെൻ SD കണ്ടോ, SD ഇങ്ങനെ എഴുതി. SD എന്ന് പറഞ്ഞാൽ സൈൻ എന്നുള്ളതാണ്. പിന്നെ എന്താ ഇവിടെ നെയിം രഘുനാഥ് എന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ പേര് കൊടുക്കണ്ട, വേറെ ആരും പേര് കൊടുക്കാം. ഇനി പേരില്ലെങ്കിൽ രഘുനാഥിൻ്റെ സ്ഥലത്ത് നിന്ന് കൊടുക്കാം, നെയിം കൊടുത്തോ. ഇങ്ങനെ SD എന്നിട്ട് ബ്രാക്കറ്റിലിടാം. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യാം, നെയിം എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സാധനങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റാണല്ലോ. അപ്പോൾ നമ്മൾ ലെറ്റർ എന്ത് ചെയ്തു, ലെറ്ററും സ്പീച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ ക്യാരക്ടർ സ്കെച്ചുകൾ ഇല്ലാത്ത ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാം നിങ്ങൾ 8ാം ക്ലാസ്സിന് ശേഷം കണ്ടിട്ടുണ്ടാവില്ല. 8, 9, 10 ഏത് ഇംഗ്ലീഷിൻ്റെ ഓണപരീക്ഷ ആവട്ടെ, ക്രിസ്മസ് പരീക്ഷ ആവട്ടെ, ഫൈനൽ എക്സാം ആവട്ടെ, ഏത് എക്സാം ആണെങ്കിലും ക്യാരക്ടർ സ്കെച്ച് ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് എക്സാം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്നത്, കൃത്യമായിട്ട് നോക്കിക്കോ. ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് വേണ്ടത് എന്താണ്, ഹെഡിങ് ആണ്. ക്യാരക്ടർ സ്കെച്ചിന് ഹെഡിങ് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം, നെയിം ഓഫ് ദി ക്യാരക്ടർ. നിങ്ങൾ എഴുതാൻ പോകുന്നത് ആരെ ക്യാരക്ടർ സ്കെച്ച് ആണോ അയാളുടെ പേര് എന്ത് ചെയ്യാം, ആ ക്യാരക്ടർ സ്കെച്ചിന് കൊടുക്കാം. ഓക്കെ, ദെൻ പിന്നെന്താണ്, സ്റ്റോറി ഓതർ, അതായത് ഏത് സ്റ്റോറിയിൽ നിന്നുള്ള ക്യാരക്ടർ ആണ്. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ എന്താ പറയുക, വാറിലുള്ള നമ്മുടെ ആ ഒരു ലേഡി ഉണ്ടല്ലോ അല്ലേ, ആ ഒരു വുമൺ അല്ലെങ്കിൽ ആ സ്റ്റൗട്ട് മാൻ, ഇവർ രണ്ടുപേരുടെ ആരെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്താൽ വേണ്ടി പറഞ്ഞു നമ്മളെന്ത് പറയും, ദിസ് ക്യാരക്ടേഴ്സ് ഈസ് ഫ്രം ദ സ്റ്റോറി ദ വാർ റിട്ടൺ ബൈ ലൂയിജി പിരഞ്ചെലോ എന്ന് പറയണല്ലേ. അപ്പോൾ സ്റ്റോറിയും ഓത്തറെ കുറിച്ചും പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം വേണ്ട സാധനമാണ് ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഓഫ് ദ ക്യാരക്ടർ. എന്ത് റോളാണ്, അച്ഛനാണോ, അമ്മയാണോ, യാത്രക്കാരനാണോ, അത് ബ്രദറാണോ, അതാണ് റോള്. അതിനെക്കുറിച്ച് ആ റോളിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് വിവരിക്കണം ക്യാരക്ടറിൻ്റെ. പിന്നെ ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഫിസിക് ആൻഡ് അപ്പിയറൻസ്. ക്യാരക്ടർ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ. ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റൗട്ട്മാൻ അയാൾ തടിച്ച മനുഷ്യനാണല്ലേ നമ്മുടെ വാർ എന്ന ചാപ്റ്ററിലുള്ള. സോ അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം. അതിനുശേഷം ഡിസ്ക്രൈബ് ദ ബിഹേവിയർ എങ്ങനെ, നല്ല സ്വഭാവക്കാരനാണോ, ദേഷ്യക്കാരനാണോ, എപ്പോഴും സങ്കടമുള്ള ആളാണോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കണം. അതിനുശേഷം റൈറ്റ് ക്യാരക്ടർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ട്, ഈ സ്റ്റോറിയിലുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ട് അദ്ദേഹത്തിനൊരു കണക്ഷൻ, ബന്ധം എന്താണെന്നുള്ളത്. പിന്നെ റൈറ്റ് എനി ഇൻസ്റ്റൻസ് ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ്, എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവില്ലടാ. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സാറ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാറിൻ്റെ തന്നെ പറയാം. ആ ഒരു സ്റ്റൗട്ട് മാൻ ചെയ്താൽ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ആ മനുഷ്യൻ പെട്ടെന്ന് കയറി വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, തൻ്റെ മകൻ മരണപ്പെട്ടു പോയി പക്ഷേ അദ്ദേഹം ഭയങ്കര ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇൻസ്റ്റൻസ് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എന്ത് നമ്മുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് സാർ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു കേട്ടോ. സോ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഒരു ഡയറിയാണ്. ഡയറി കോമൺ ആണ്, ഇംഗ്ലീഷിൽ എപ്പോഴും കോമൺ ആയി ചോദിക്കുന്ന സാധനമാണ് ക്യാരക്ടർ സ്കെച്ച്, ഡയറി, സ്പീച്ച്, പിന്നെ ഇവൻറ്റ് ഇൻവിറ്റേഷൻ, ഇതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറി നോക്കാം കേട്ടോ. സോ ഡയറിക്ക് ഒരു ക്വസ്റ്റ്യൻ ആദ്യം തന്നിട്ടുണ്ട് ഇവിടെ. Prepare a diary entry which Salim Ali recounts his experience in the Himalayan trail. He almost slipped a cliff. Watch Yellow Naped Yuhina. Yellow Naped Yuhina എന്ന ക്ലീൻ ആര് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡോക്ടർ സാലിം അലി കണ്ടിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം അതിനെക്കുറിച്ച് ഹിമാലയൻ ട്രെയിൽസിലേക്ക് പോയ യാത്ര എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരു ഡയറിയിലാക്കുന്ന ഒരു ഡയറി, അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഡയറി ചെയ്താണെങ്കിൽ ആ ഡയറി എങ്ങനെയായിരിക്കും. 6 മാർക്കിന് ഡയറി ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് ഡയറി ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് എഴുതാം. എത്ര മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും എടാ ഡയറിയിൽ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും സാറേ ഡയറി ഡേറ്റ് മാത്രം പോരെ, ഡയറിയിൽ ഡേറ്റ് മാത്രം പോരാ, ഡയറിയിൽ എന്ത് വേണം, ഡേറ്റും ഡേയും മസ്റ്റാ. ഇതില്ലെങ്കിൽ 0 മാർക്കായിരിക്കും. ബിക്കോസ് ഡയറിയിൽ ഏറ്റവും മസ്റ്റായ സാധനം എന്താ, ഡേറ്റും ഡേയും ആണ് അല്ലേ. അപ്പം ഡേറ്റും ഡേയും കൊടുക്കാം. അതിനുശേഷം ഇൻട്രോ കൊടുക്കുന്നത് എന്താ, ജനറൽ കമൻറ്റ്, ഹൗ ദ ഡേ വാസ്, എങ്ങനെയുള്ള ദിവസമായിരുന്നു എന്ത് ചെയ്യണം കൊടുക്കണം. അതായത് ടുഡേ വാസ് ഗ്രേറ്റ് ഡേ എന്നോ, സാഡ് ഡേ എന്നോ, അല്ലെങ്കിൽ ഹാപ്പി ഡേ എന്നോ, ഇവൻറ്റ്ഫുൾ ഡേ എന്നോ എങ്ങനെയും കൊടുക്കാം. ഇന്നത്തെ ദിവസം ഭയങ്കര ഗ്രേറ്റ് ആയിരുന്നു, ഇന്നത്തെ ദിവസം ഭയങ്കര സാഡ് ആയിരുന്നു, ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്സ് ഉള്ള ദിവസമായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ പറ്റും കേട്ടോ. പിന്നെന്താ, പിന്നെ ക്വസ്റ്റ്യൻസ്, എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്.
ക്വസ്റ്റ്യൻസ് എക്സ്ക്ലാമേറ്ററി സെൻസ്. എക്സ്ക്ലാമേറ്ററി എന്ന് മനസ്സിലായില്ലടാ, അതായത് വാ വാ എന്താ പറയുക, വാവ് എന്നൊക്കെ പറയില്ലേ, വാവ്, ഓ മൈ ഗോഡ്, ഇതാണ് എക്സ്ക്ലാമേറ്ററി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊക്കെ യൂസ് ചെയ്ത് വാവ് വാട്ട് എ ഡേ, എന്തൊരു അടിപൊളിയായ ദിവസം, അല്ലെങ്കിൽ പറയുന്നത് ഐ ഡോണ്ട് ഫോർഗെറ്റ് ദിസ് ഡേ, ഞാൻ ഒരിക്കലും ഈ ദിവസത്തിനെ കുറിച്ച് മറക്കില്ല, എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റ് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്പിൽ ചോദിക്കാൻ പറ്റും, എന്തൊരു മോശമായ ദിവസമാണിത്. സ്വന്തം ഡയറിയിലാണ് എഴുതുന്നത്, ദൈവമേ എനിക്ക് മാത്രമുള്ളൂ ഇങ്ങനെ, എൻ്റെ ഇതെന്താ ഇങ്ങനെ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, എൻ്റെ ദിവസം വളരെ മോശമാണ്, എന്ത് എനിക്ക് മാത്രം ഇങ്ങനെ ദൈവമേ എന്നൊക്കെ ദൈവത്തിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളോട് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയൊക്കെ എന്തെങ്കിലും പറ്റും, ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ അതൊക്കെ ഡയറിയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിലേക്ക് പിന്നെ വരുന്നത് എന്താ, ബോഡി പാരഗ്രാഫ്. ബോഡി പാരഗ്രാഫിൽ മെയിൻ ഇവൻറ്റ്സ് ഹാപ്പൻ ദാറ്റ് ഡേ, ആ ദിവസം സംഭവിച്ച മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് പെട്ടെന്നായിരുന്നു അവൻ വിളിച്ചത്, അവന് പിന്നെ പെട്ടെന്ന് എൻ്റെ റിസൾട്ട് വന്നു, അപ്പം ഞാൻ പാസ്സായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഗിവൻ ക്വസ്റ്റ്യൻ ദി ഇമോഷൻസ്, തോട്ട്സ് ഓഫ് കൺക്ലൂഷൻ. അതേപോലെ നമ്മളെ തോട്ടുകൾ, നമ്മളെ ചിന്തകൾ ഒക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഡയറി കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡിങ് വിത്ത് കമൻറ്റ് അബൌട്ട് ദ ഹോപ്പ് ഫോർ ടുമോറോ. ഇത് അവസാനിക്കുന്ന സമയത്ത് ഓൾ ഓവർ ഒരു ഐഡിയ പറയാം. ഐഡിയ മീൻസ് അന്ന് ടോട്ടലി ഇന്നത്തെ ദിവസം ഇറ്റ് ഈസ് ടു ഗുഡ്, കുറച്ച് കുഴപ്പമില്ല, നല്ല ദിവസമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിനേക്കാളും അടിപൊളിയാണ് ഇന്ന്. പിന്നെ ഒരു സാധനം എന്താ, ഹോപ്പ് ഫോർ ടുമോറോ, നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാളെ എൻ്റെ 4 ദിവസം അടിപൊളിയായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നാളെ നമ്മൾ SLCൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡയറി ചെയ്താൽ, നാളെയാണ് എൻ്റെ SLCയുടെ റിസൾട്ട്, ഞാൻ നല്ല പോലെ SLCയിൽ നല്ല മാർക്കോട് കൂടി ഞാൻ പാസ്സാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കിതൊക്കെ എൻ്റെ ചെയ്യിപ്പിക്കാം കേട്ടോ. അതൊരു സിമ്പിളായുള്ള കാര്യമാണ്. ഡയറി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സോ 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോടാ, 5 or 6 പാരഗ്രാഫ് എഴുതേണ്ടി വരും. അതായത് ഒരു പേജിൻ്റെ ഒരു പുറം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 6 മാർക്കിന് ചോദിച്ചാൽ എഴുതേണ്ടി വരും. സെറ്റാണല്ലോ. അതിനുശേഷം ഇവൻ്റ് ഇൻവിറ്റേഷൻ. എന്താണത്, ഇവൻ്റ് ഇൻവിറ്റേഷൻ. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് എന്താ, ഇവൻ്റ് ഇൻവിറ്റേഷൻ. ഇവൻ്റ് ഇൻവിറ്റേഷൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും എക്സാം അടുത്ത് നിൽക്കുകയാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാ ഡിസ്കോഴ്സും കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് സാർ എന്ത് ചെയ്തത്, ഒരു ഇവൻ്റ് ഇൻവിറ്റേഷൻ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവൻ്റ് ഇൻവിറ്റേഷൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഇവിടുന്ന് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇവൻ്റ് ഇൻവിറ്റേഷൻ ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നോക്കിക്കോ, യുവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഡോക്ടർ സാലിം അലീസ് മെമ്മോറിയൽ ഡേ ഹോണർ ഗ്രീറ്റ് ഓർണിത്തോളജിസ്റ്റ്. അതായത് നമുക്കറിയാം സാലിം അലിയുടെ മെമ്മോറിയൽ ഡേ ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആസ് എ മെമ്പർ ഓഫ് നേച്ചുറൽ ക്ലബ് പ്രിപ്പയർ എ ഫോർമൽ ഇൻവിറ്റേഷൻ ഇൻവൈറ്റിംഗ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ആ നേച്ചുറൽ ക്ലബിൻ്റെ ഒരു മെമ്പറാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെയുള്ള നിങ്ങളുടെ സ്കൂളിലുള്ള സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇവൻ്റ് ഇൻവിറ്റേഷൻ ഉണ്ടാക്കണം. ഇൻക്ലൂഡ് ആൾ നെസസറി ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒരു നെസസറി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അത് ഇവൻ്റ് ഇൻവിറ്റേഷനിൽ ഉൾപ്പെടുത്തണം. വേറെ 4 മാർക്കിന് എനിക്ക് എന്ത് ചോദിക്കാം, ഇവൻ്റ് ഇൻവിറ്റേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. 4 മാർക്കാണ് ചാൻസ്. എന്തായാലും നോക്കിക്കോ, എങ്ങനെയാണ് ഇവൻ്റ് ഇൻവിറ്റേഷൻ എഴുതേണ്ടത് ശരിക്കും നോക്കിക്കോ. സാറിന് എഴുതിയിട്ടുണ്ട്, ഒരു മോഡൽ കൊടുത്തിട്ട് ഒരു ഫോർമാറ്റും ഉണ്ട്. നേരത്തെ നമ്മൾ അപ്രിസിയേഷൻ പഠിച്ചപ്പോൾ എഴുതിയ പോലെ എന്തുണ്ട്, ഒരു എക്സാമ്പിൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ടൈറ്റിൽ ആദ്യമാണ് എന്താ, നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ, നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരെന്താണ്, അതായത് ഏത് സ്ഥാപനം. ഇപ്പോൾ ഉദാഹരണം സാറ് പറയുന്നത് കോമൺ ആയിട്ട് കൊടുക്കുന്ന സാധനം കൊടുക്കുക, ABC സ്കൂൾ. നെയിം ഓഫ് ദ ഇവൻ്റെ പേരെന്താണ്, എന്താണ് നമുക്ക് കിട്ടിയ ഇവൻ്റ്, ആ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, എഴുതാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ളത് എന്താ, വേറെ ഇവൻ്റാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സാമിന് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ത്, അഡ്വർടൈസ്മെൻ്റ് അല്ല, ഇവൻ്റ് ഇൻവിറ്റേഷൻ എഴുതാണ്ടാവാം. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു സെല്യൂട്ടേഷൻ കൊടുക്കണം. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ കറക്റ്റ് നോക്കിക്കോ. ഇത് 3 ഇൻട്രൊഡക്ഷനിൽ വരുന്ന കാര്യങ്ങൾ. അതായത് വാട്ട് ഇവൻറ്റ്, എന്ത് ഇവൻ്റാണ് നടക്കുന്നത്, അതേപോലെ വെൻ, എപ്പോൾ നടക്കുന്നു, ദെൻ വേർ, ലൊക്കേഷൻ, എവിടെ വെച്ച് നടക്കുന്നു. നമ്മുടെ സിമ്പിളായിട്ട് നോട്ടീസൊക്കെ പഠിച്ചു ഓർമ്മ നിങ്ങൾക്ക് ഡേറ്റ് ടൈം വേണ്ടി നമ്മളിങ്ങനെ താഴേക്കാക്കി എന്ത് കൊടുക്കാറുണ്ട്. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇവിടെ പിന്നെ സ്കൂളിൽ വെച്ചിട്ട് കൃത്യം 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാലിം അലിയുടെ മെമ്മോറിയൽ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രാം നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ആരാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്? സോ നേച്ചുറൽ ക്ലബ്ബാണ് പ്രോഗ്രാം നടത്തുന്നത്. ഗസ്റ്റ് ആരാണ്? ഗസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു ബേർഡ് വാച്ചർ ആയിരിക്കും. സാലിം അലിയുടെ മെമ്മോറിയൽ ഡേ, അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ബേർഡ് വാച്ചറുടെ പേരൊക്കെ എന്ത് ചെയ്യുക, അതിൽ ആഡ് ചെയ്യാം. ദെൻ വൈ, റെലവൻസ് ഓഫ് വൈ, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതണം. അതിനുശേഷം ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതർ ഡീറ്റെയിൽസ്, അതായത് ആര് വരുന്നു, പിന്നെ ആര് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ ഉൾപ്പെടുത്താം. അതിനുശേഷം ഇൻവൈറ്റ് ചെയ്യാം. 3 പ്രോഗ്രാംസിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഓൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൾ ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യണം, എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. എന്ത് ചെയ്യാം, ഒരു ഇൻവിറ്റേഷൻ കൂടി എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ ഇൻവിറ്റേഷൻ കൂടി ആഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, സാധനം സെറ്റ് ആവും. പിന്നുള്ളത് എന്താ, പിന്നുള്ളത് പ്ലേസും ഡേറ്റും ആണ്. പിന്നുള്ളത് എന്താണ്, പ്ലേസും ഡേറ്റും.
പ്ലേസും ഡേറ്റും പറയുമ്പോൾ മുകളിൽ എന്ത് കൊടുക്കണം, ഏറ്റവും ടോപ്പിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. പിന്നെ എന്ത് കൊടുക്കണം, ആദ്യം ഏറ്റവും ടോപ്പിൽ പ്ലേസ് കൊടുക്കണം, പിന്നെ ഡേറ്റ് കൊടുക്കണം. അങ്ങനെ പ്ലേസും ഡേറ്റും കൊടുത്തിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അതിനുശേഷം പിന്നെ എന്ത് വേണം, സിഗ്നേച്ചർ വേണം. സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങൾ ആസ് എ മെമ്പർ ഓഫ് നേച്ചറൽ ക്ലബ്ബ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ സാറിൻ്റെ പേര് എഴുതുകയാണെങ്കിൽ ഇയാസ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, മെമ്പർ ഓഫ് നേച്ചുറൽ ക്ലബ് അങ്ങനെ ചെയ്താൽ അതാണ് ഡെസിഗ്നേഷൻ കേട്ടോ. അപ്പം ആ ഒരു സാധനം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതാം, പ്ലേസും ഡേറ്റും കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾ ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഇപ്പോൾ 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അതിനുശേഷം സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു സ്കൂളിൻ്റെ പേര് വേണം, ഗ്രീൻ വാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പേര് കൊടുത്തു. ദെൻ അതിൻ്റെ ഇതെന്താ ഹെഡിങ് എന്താ, നമുക്ക് കിട്ടിയ വിഷയത്തിൻ്റെ ഹെഡിങ് എന്തായിരുന്നു, ഹെഡിങ് മീൻസ് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് ഡോക്ടർ സാലിം അലീസ് മെമ്മോറിയൽ ഡേ സെലിബ്രേഷൻ കേട്ടോ. സെറ്റാണല്ലോ, നമ്മളെ ക്വസ്റ്റ്യൻ കണ്ടോ, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ മെമ്മോറിയൽ ഡേയുമായി ബന്ധപ്പെട്ടാണ്. ദെൻ നെയിം ഓഫ് ദ ഇവൻറ്റ്, ആ നെയിം ഓഫ് ദ ഇവൻ്റ് ആണ് ഇത് കേട്ടോ, നെയിം ഓഫ് ദ ഇവൻറ്റ്. ദെൻ ഇത് കണ്ടോ, നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതാണ് സ്കൂളിൻ്റെ പേര്. ഓക്കെ, ദെൻ പിന്നെന്താ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു സാധനം എന്ത് ചെയ്തു, അവിടെ സല്യൂട്ടേഷനോടെ വന്നു. ഇനി എന്ത് പ്രോഗ്രാമാണ്, അവർ സ്കൂൾ ഈസ് ഓർഗനൈസേഷൻ ഡോക്ടർ സാലിം അലി മെമ്മോറിയൽ ഡേ സെലിബ്രേഷൻ, അതാണ് പ്രോഗ്രാം. ഓക്കെ, രണ്ടാമത്തത് വെൻ എപ്പോൾ ബേർഡ്മാൻ ഓഫ് ഇന്ത്യ ദ പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ഓൺ November 10 എന്തായി നവംബർ 10 നടത്തുന്നു, അതുമായി. ദെൻ പിന്നെന്താ എവിടെ വെച്ച്, സ്കൂൾ ഓഡിറ്റോറിയം, അതും എന്ത് ചെയ്തു, 3 കാര്യങ്ങൾ എന്ത് ചെയ്തു ആ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പിന്നെ പറയേണ്ട കാര്യം എന്താ, പിന്നെ ദ ഇവന്റ് ഈസ് ഹോസ്റ്റഡ് ബൈ സ്കൂൾ നേച്ചറൽ ക്ലബ്, അറിയാലോ അല്ലേ, 3 ഇൻഫർമേഷൻ നോക്കിക്കോ, ഹൂ ഹോസ്റ്റ്, ആരാണ് നടത്തുന്നത്, കണ്ടോ. അപ്പോൾ നടത്തുന്ന ആളെ കിട്ടി, അപ്പോൾ അതവിടെ വന്നു. അതിനുശേഷം സെലിബ്രേഷൻ ഇൻക്ലൂഡ് ഷോർട്ട് ഫിലിം, എന്തെല്ലാം കാര്യങ്ങൾ ആ പരിപാടിയിൽ നടക്കുന്നു, കണ്ടോ, ഗ്രേറ്റ് ഗസ്റ്റസ് ഓഫ് ദ ഇവന്റ്, അതെല്ലാം എന്ത് ചെയ്യുന്നത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സാലിം അലി ബേർഡ് വാച്ചിങ് എക്സിബിഷൻ, വേരിയസ് സ്റ്റുഡൻറ്റ് പ്രസന്റേഷൻ, ഹൈലൈറ്റിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ഡൈവേഴ്സിറ്റി, അതായത് ഹൈലൈറ്റ് ചെയ്യുന്ന പരിപാടി എന്താ, നമ്മുടെ എന്താണ് പ്രസൻറ്റേഷൻസ് ഉണ്ട്, എന്താ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ഭൂമിയിലുള്ള പ്രകൃതിയുള്ള കുറേ കാര്യങ്ങൾ ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യേണ്ട ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ എന്തായി, ഇപ്പോഴത്തെ കാലത്ത് ആ പ്രോഗ്രാമിൻ്റെ റെലവൻസും ഇതിൽ ഡിസ്കസ് ചെയ്തു. ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഇൻവിറ്റേഷൻ അല്ല, അവിടെ അങ്ങോട്ട് നോക്കി കൃത്യമായിട്ട് നോക്കിക്കോ, ഇവിടെയാണ് ഇൻവിറ്റേഷൻ ഉള്ളത്. ആ ഇൻവിറ്റേഷൻ എന്ത് ചെയ്തിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇതാണ് ഇൻവിറ്റേഷൻ. കോഡ്ലി ഇൻവൈറ്റ് ടു ആൾ ടു പാർട്ടിസിപ്പേറ്റ് ദിസ് പ്രോഗ്രാം, എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ. ദ ഇവന്റ് ഈസ് മീനിങ് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാണ്. ഈ ഒരു പ്രോഗ്രാം വളരെ അർത്ഥവത്തായ പ്രോഗ്രാം ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു എന്നാൽ ഈ പ്രോഗ്രാം അടിപൊളിയാക്കാൻ നിങ്ങൾ എല്ലാവരെയും എന്ത് ചെയ്യുന്നു, ക്ഷണിക്കുന്നു എന്ന് പറയാം കേട്ടോ. പിന്നെ കണ്ടോടാ ഇതവിടെ പ്ലേസും ഡേറ്റും, ഗ്രീസ് വാലി എച്ച് ഡേറ്റ് കൊടുത്തു, ഡേറ്റ് ഇതേപോലെ കൊടുക്കണം കേട്ടോ. പിന്നെന്താ സിഗ്നേച്ചർ അവിടെ ഇട്ടിട്ടില്ല, രാഹുല്യം അതെൻ്റെ നെയിമാണ്, ഇതാണെന്താ സെക്രട്ടറി ഓഫ് നേച്ചറൽ ക്ലബ്ബ്. ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കൃത്യമായ ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സാധനം എഴുതണം. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ ഒരു സാധനം കിട്ടും. ഇവൻ ഇൻവിറ്റേഷൻ നല്ല മാർക്ക് കിട്ടും. സാറ് വളരെ സെറ്റായിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത് നോക്കിക്കോ, അടുത്തത് നരേഷനാണ്. സാധാരണ എക്സാമിന് കാണുന്ന ഒരു സാധനമാണെന്ത്, നരേഷൻ. സോ ഹൗ ടു റൈറ്റ് നരേഷൻ, എങ്ങനെയാണ് സാറ് നരേഷൻ ചെയ്താൽ, പല കുട്ടികളും പല തവണയായിട്ട് എന്നോട് ചോദിക്കുന്ന സാധനമാണ്, ഹൗ ടു റൈറ്റ് നരേഷൻ സാർ, എങ്ങനെയാണ് നരേഷൻ ചെയ്തും സാർ. സോ എങ്ങനെ നരേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോറി ശരിക്കും നോക്കിക്കോ, നരേറ്റീവ് റൈറ്റിംഗ് മോഡൽ ഫോർമാറ്റ് ആണ്. സോ ഫസ്റ്റ് എന്ത് കൊടുക്കണം, ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിലാണ് ആദ്യം കൊടുക്കേണ്ടത്, നരേഷൻ എന്ന് തന്നെ എന്ത് ചെയ്യാം, ടൈറ്റിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം എന്ത് വേണം, ഇൻട്രൊഡക്ഷൻ വേണം. ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ദ സെറ്റിംഗ്, ടൈം, പ്ലേസ്, ദ മെയിൻ ക്യാരക്ടർ. ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ പറയുന്ന നെറേറ്റ് ചെയ്യാൻ പോണ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട്, ടൈമിനെ കുറിച്ചൊക്കെ പറയാം. ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, നിങ്ങൾ നെറേറ്റ് ചെയ്യാൻ പോണ സ്റ്റോറിൻ്റെ ബിഗിനിങ് പറയാം. അതെങ്ങനെയാണ്, ഡിസ്ക്രൈബ് ഹൗ ദ സ്റ്റോറി സ്റ്റാർട്ട്സ്, എങ്ങനെയാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്, വാട്ട് സിറ്റുവേഷൻ ദ ക്യാരക്ടർ ഈസ് ഇൻ, അതായത് ആ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ സിറ്റുവേഷൻ എന്താണെന്ന് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പിന്നെന്താ റൈസിങ് ആക്ഷൻ ഓർ ഇവൻറ്റ്സ്. റൈസിങ് ആക്ഷൻ അതെന്താ, നെറേറ്റർ ദ മെയിൻ ഇവൻറ്റ് സീക്വൻസ് യൂസ് സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫീലിങ്സ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ കഥയിൽ എന്തെങ്കിലും റൈസിങ് ആക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ, പ്രത്യേകമായ ഇവൻറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. ആ ഇവൻറ്റ് സംഭവിക്കുമ്പോൾ ചില ക്യാരക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യണം, ഇതിൽ ഉൾപ്പെടുത്തണം. പിന്നെ ക്ലൈമാക്സ് പറയണം. ഇതൊക്കെ ഇങ്ങനെ ഓർഡറിൽ എഴുതി പോരണം കേട്ടോ. പിന്നെ ക്ലൈമാക്സിൽ എന്താ, ഡിസ്ക്രൈബ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ഓഫ് ദ സ്റ്റോറി. ആ സ്റ്റോറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റുകൾ എന്ത് ചെയ്യണം, ഈ ക്ലൈമാക്സിൻ്റെ ഏരിയയിൽ ഉൾപ്പെടുത്തണം. അതിനുശേഷം എന്ത് വേണം, കൺക്ലൂഷൻ വേണം. കൺക്ലൂഷൻ പറഞ്ഞാൽ എൻഡിങ്. ഈ സ്റ്റോറി എന്ത് ചെയ്യുക, വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ആ ഒരു നരേഷൻ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. അവസാനം ഒരു സ്റ്റോറിക്ക് എന്ത് സംഭവിച്ചു, പീസ് ഓഫ് സ്ട്രിങ്ങിൻ്റെ നരേഷൻ നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് എന്ത്, പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. പീസ് ഓഫ് സ്ട്രിങ്ങിന്റെ നരേഷൻ എഴുതാൻ പറയുമ്പോൾ പീസ് ഓഫ് സ്ട്രിങ്ങിന്റെ നരേഷൻ എങ്ങനെ എഴുതണം, അവസാനം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് നീതി കിട്ടാതെ അദ്ദേഹം മരിച്ചു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നീതി കിട്ടാതെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, ഹൗഷ്കോമ, പക്ഷേ അദ്ദേഹത്തിനെ ആളുകളൊന്നും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹം മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നരേഷൻ സെറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ
ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ക്ലൈമാക്സും കൺക്ലൂഷൻ എൻഡിങ്ങും. ആ ഒരു എൻഡിങ്ങിൽ എന്ത് പറയണം? എക്സ്പ്ലെയിൻ ഹൗ ദ സ്റ്റോറി എൻസ് മെൻഷൻ ദ മെസ്സേജ് ഓർ ലെസൺ. അതായത് നമ്മൾ ഈ ഒരു നരേഷൻ അവസാനിപ്പിക്കുമ്പോൾ എന്ത് മെസ്സേജാണ് ഈ സ്റ്റോറി തന്നത്, ലാസ്റ്റ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് എന്തിനാ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബി ഗുഡ് എന്നുള്ള എന്ത് ചെയ്യും, അടിപൊളിയാവും. എടാ 6 മാർക്കിനോ 7 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നരേഷൻ എന്ന് പറയുന്നത്. 7 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ എത്ര എഴുതണം? 1.5 നിങ്ങൾ എഴുതണം കേട്ടോ. അതായത് ഒരു 6 7 പാരഗ്രാഫ് അല്ലെങ്കിൽ 5 6 പാരഗ്രാഫ് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. 1.5 പറയും കേട്ടോ. 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്കിനാണെങ്കിൽ 1 പേജ് ചെയ്താൽ, 7 മാർക്കിനാണെങ്കിൽ എന്ത് ചെയ്യാം? 1.5 പേജ് 1.5 പേജ് ചെയ്താൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാറ് പറഞ്ഞ എല്ലാ ഫോർമാറ്റുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ മാർക്ക് കിട്ടും. പല കുട്ടികൾക്കും ഉണ്ടാകുന്ന എല്ലാ ടെൻഷനും, ഡിസ്കോഴ്സ് എങ്ങനെ എഴുതാം, ഓരോന്നിനും ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എല്ലാം സാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, അത് എങ്ങനെ എഴുതണം എന്നുള്ളതും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? സാറോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള വേറെ ഡൗട്ട് ഉണ്ടാവും, എന്ത് ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം, അതിൻ്റെ വീഡിയോ എന്ത് ചെയ്തിട്ട് സാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? പോയിട്ട് കാണണം. ആരും മറന്നു പോകരുത്. സെറ്റാണല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്സാമുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഗ്രാമറുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, എല്ലാ വീഡിയോസ് എന്ത് ചെയ്യും? സാർ ചെയ്യും. സാർ അങ്ങനെയുള്ള വീഡിയോസായിട്ട് ഇനി വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.